നമസ്കാരം. ഇക്കൊല്ലത്തെ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി എന്നതായിരുന്നു. എന്നാൽ നഴ്സുമാരുടെ ഭാവി എന്ത് എന്നത് പ്രധാന ചോദ്യമായി ഉയർന്നു തന്നെ ഇപ്പോഴും നിൽക്കുന്നു. നാളിതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് ആരോഗ്യമേഖല അടക്കം കടക്കുന്നത്. നഴ്സുമാരുടെ കുറവ് 40% എന്നത് കണക്കും ഗൗരവമുള്ളതാണ്. അർഹിക്കുന്നത് മാലാഖമാർക്ക് കിട്ടുന്നുണ്ടോ? കേരളത്തിൻ്റെ ആരോഗ്യ മാതൃക എത്ര നാൾ നിലനിർത്താനാകും? അർഹിക്കുന്ന ബഹുമാനവും അംഗീകാരവും അവർക്ക് ലഭിക്കുന്നുണ്ടോ? കേരളത്തിലെ തൊഴിൽ രഹിതരുടെ അവസ്ഥ എന്ത്? ഈ വിഷയമാണെന്ന് ചീഫ് എഡിറ്റേഴ്സ് കോളം പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ചേരുന്നു AIDYO സംസ്ഥാന പ്രസിഡന്റ് EV പ്രകാശ്. സ്വാഗതം ശ്രീ EV പ്രകാശ്. പ്രധാനമായും താങ്കൾ പ്രതിനിധീകരിക്കുന്ന സംഘടന കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സജീവമായ സമരങ്ങളടക്കം അവർക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതടക്കം അവരുടെ പ്രധാന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന സജീവമായ ഒരു സംഘടനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ടും അവർ നേടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഒന്ന് ചർച്ച ചെയ്യാൻ തോന്നുന്നു. പ്രധാനമായും നമുക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നഴ്സസ് ദിനം കടന്നുപോയപ്പോൾ നമ്മൾ അവരെല്ലാം ഒരുപാട് വാഴ്ത്തി. പക്ഷേ അവരുടെ പ്രതിസന്ധി എന്താണെന്ന് അന്ന് വളരെ വിശദമായി തന്നെ മാധ്യമലോകവും അതുപോലെ തന്നെ പൊതുസമൂഹവും ചർച്ച ചെയ്തതുമാണ്. പക്ഷേ അവരുടെ ആ പ്രതിസന്ധി അന്ന് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ അത് അതേപടി തുടർന്നു പോകുന്നു എന്നുള്ളതിനപ്പുറം മറ്റൊരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ വസ്തുത? തീർച്ചയായിട്ടും അതെ. നമ്മളുടെ രാജ്യത്ത് മാത്രമാണ് നേഴ്സുമാർക്ക് ഒരു തരത്തിലുള്ള ആദരവും ലഭിക്കാത്തത്. പക്ഷെ വിദേശ രാജ്യങ്ങൾ നമുക്കറിയാം വളരെയധികം ആദരവും ലഭിക്കും, അവർ ജോലി ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ടുള്ള കൂലിയും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മളുടെ രാജ്യത്ത് നേഴ്സുമാർ എല്ലാ കാലത്തും അടിമകളെപ്പോലെ പണിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് മാനേജ്മെൻറ്റുകൾക്കുള്ളത്. അത് ആ മാനേജ്മെൻറ്റുകളുടെ ചിന്താഗതിയും ഗവൺമെൻറ്റിൻ്റെ ചിന്താഗതിയും ആ നിലയിലാണ്. അത് മാറ്റിയെടുക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം നേഴ്സുമാരെ സംബന്ധിച്ച് പറയുന്നത് മാലാഖമാർ എന്നാണ് വിളിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ അവരുടെ ഒരു പ്രതീകമായിട്ടാണ് എപ്പോഴും നേഴ്സുമാരെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നേഴ്സുമാർ നമ്മളുടെ സ്വകാര്യ ആശുപത്രികളിൽ വളരെ തുച്ഛമായ ശമ്പളത്തിന് വളരെ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ ഇപ്പം നമുക്കറിയാം, സംസ്ഥാനത്തുടനീളമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, അവിടെ നേഴ്സുമാരുടെ ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഇപ്പോഴും ട്രെയിനി അല്ലെങ്കിൽ പ്രൊബേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചൂഷണം വളരെ ശക്തമായിട്ട് ഈ മേഖലയിൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേഴ്സുമാർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം, ഇപ്പം നേഴ്സുമാർ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രതിദിന വേതനം 1500 രൂപയെങ്കിലും ആക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ട് നിയമനങ്ങൾ അവസാനിപ്പിക്കണം. കോൺട്രാക്ട് നിയമനങ്ങളാണ് ബഹുഭൂരിപക്ഷം ഹോസ്പിറ്റലുകളിലും നിലനിൽക്കുന്നത്. അവിടെ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ UNA എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയൻ 2011 വന്നതിന് ശേഷമാണ് നേഴ്സുമാർ അവരുടെ അവകാശത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയും അത് ചോദിക്കാൻ ആരംഭിക്കുകയും അത് ലഭിക്കാത്തിടത്ത് സമരം ശക്തമായി നടത്തുകയും ചെയ്യുന്നത്. അതൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് UNA എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ്റെ വരവും അവരുടെ നിലനിൽപ്പും. തീർച്ചയായും താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇതേക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നഴ്സുമാർക്കുള്ളൊരു ആദരവ് വളരെ വളരെ വലുത് തന്നെയാണ്. അയർലൻഡ് പോലുള്ളൊരു രാജ്യത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി പേർ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട്. 1 ലക്ഷം വരെ ശമ്പളം ലഭിക്കുന്നവർ നിരവധി പേരുണ്ട്. അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, പിന്നെ അവർ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വസ്തുത. കാരണം അവർക്ക് അവിടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു, അവർ അവരുടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ മാതൃക ഇവിടെ പിന്തുടരുന്നുവെന്നൊക്കെ പല നമ്മുടെ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പല ആൾക്കാരും പലവട്ടം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെന്താണ് നടപ്പാക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികൾ അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതോ എന്തുകൊണ്ട് ഈ മാലാഖമാരായി കാണുന്നില്ല എന്നുള്ള ചോദ്യം അത് നിങ്ങൾ നിരവധി പ്രാവശ്യം ഉന്നയിച്ചിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാകാത്തത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഈ സ്വകാര്യ ആശുപത്രികൾ നടത്തുന്ന ആളുകൾ നിസ്സാരക്കാരല്ല. അവർ കേരളത്തിലെ മാത്രമല്ല, വിദേശത്ത് പോലും നിക്ഷേപം നടത്താൻ പ്രാപ്തിയുള്ള ഒമ്പൻ മുതലാളിമാരാണ് സ്വകാര്യ ആശുപത്രികൾ നടത്തി പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകൾക്ക് അവർക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള നടപടി എടുക്കാനായിട്ട് ഭയമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട്
അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്നത് നേഴ്സുമാരുടെ മാത്രം ഒരു ഉത്തരവാദിത്തമായിട്ട് യഥാർത്ഥത്തിൽ മാറിയിരിക്കുകയാണ്. ഇപ്പം ലേക്ഷോറിലെ സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വമ്പന്മാർ നിയന്ത്രിക്കുന്ന ഒരു ആരോഗ്യ വിപണിയാണ് നമ്മളുടെ സംസ്ഥാനത്തുള്ളതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പം അവരെ മറികടന്നുകൊണ്ട് നേഴ്സുമാർക്ക് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും ഭയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് പക്ഷെ ജനങ്ങൾ, ഈ സമൂഹം നേഴ്സുമാരെ സംരക്ഷിക്കാനായിട്ട് തയ്യാറാകണം. കാരണം നേഴ്സുമാർ വളരെ സന്തോഷത്തോടു കൂടി ആത്മാഭിമാനത്തോടു കൂടി ജോലി ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് മതിയായ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നേഴ്സുമാർ വളരെ സങ്കടത്തോടു കൂടി അപമാനത്തോടു കൂടി ആശുപത്രികളിൽ ജോലി ചെയ്യേണ്ട ഒരു ഗതികേടാണ് നിലനിൽക്കുന്നത്. അപ്പം അത് മാറുക എന്നുള്ളത് സൊസൈറ്റിയും കൂടി ഇടപെട്ട് ചെയ്യേണ്ട ഒരു കടമയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മൾ 2018 വലിയൊരു സമരം നടന്നു കേരളത്തിൽ. അന്ന് ഈ 20,000 രൂപ ഒരു ബേസിക് അത്രയെങ്കിലും കിട്ടണം എന്നുള്ള തരത്തിലായിരുന്നു അന്ന് തീരുമാനങ്ങൾ വന്നത്. അത് പിന്നെ അത് നടപ്പാവുന്നുണ്ടോ? അത് കൃത്യമായി നടപ്പാക്കാൻ അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ വേണ്ട ആശുപത്രി പിന്നെ മാനേജ്മെന്റ് അതിന് തയ്യാറാകുന്നുണ്ടോ? ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ ഒരു നില എന്നറിഞ്ഞാൽ കൊള്ളാം. ഇപ്പൊ ഹൈക്കോടതി 2018 പറഞ്ഞ കാര്യമാണ് 20,000 രൂപ ശമ്പളം കൊടുക്കണം, മിനിമം ശമ്പളം കൊടുക്കണം. പക്ഷെ ഇപ്പോഴും താങ്കൾ പറഞ്ഞതുപോലെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും 20,000 രൂപ കൊടുക്കുന്നില്ല. 14,000 രൂപ 16,000 രൂപ വരെ കൊടുക്കുന്ന ആശുപത്രികളുണ്ട്. പക്ഷേ ട്രേഡ് യൂണിയൻ ഉള്ള ആശുപത്രികളിൽ ഇപ്പം തൃശ്ശൂർ അല്ലെങ്കിൽ കോഴിക്കോട്, പത്തനംതിട്ട ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള ജില്ലകളിൽ UNAയ്ക്ക് വളരെ ശക്തിയുണ്ട്. നേഴ്സുമാർ സംഘടിതരാണ്. അവർ ഈ അവകാശങ്ങൾ ചോദിച്ച് പൊരുതി വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് UNA ഉള്ള എല്ലാ ആശുപത്രികളിലും 20,000-നും 30,000-നും മുകളിൽ ശമ്പളം വാങ്ങിക്കുന്ന നേഴ്സുമാരുണ്ട്. ഇപ്പം തൃശ്ശൂർ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും അത് കോഴിക്കോട് ജില്ലയിൽ 40,000 രൂപ വരെ ശമ്പളം വാങ്ങിക്കുന്ന നേഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ആരുടെ ഔദാര്യമോ ദാനമോ അല്ല, ഈ നേഴ്സുമാർ സംഘടിതമായി നടത്തിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ്. നമുക്കറിയാം ഈ ഡോക്ടർമാർക്ക് കിട്ടുന്ന ഒരു ആദരവ് സ്വാഭാവികമായിട്ട് അവർക്ക് ആദരവ് കിട്ടേണ്ട ആൾക്കാർ തന്നെയാണ്, അവർ കുറ്റം പറയുന്നില്ല. കാരണം അവരുടെ ഒരു ജോലിയും നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നടക്കം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ് ഡോക്ടർമാർ. അവർക്കൊപ്പം നഴ്സുമാർക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു പക്ഷേ ഒരു അച്ഛനെ പോലെ ഒരു നമ്മൾ ഒരാൾ രോഗി അവിടെ ആശുപത്രി കിടക്കുകയാണെങ്കിൽ ഒന്നിൽ നമ്മുടെ സഹോദരിയെ പോലെ, സഹോദരനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ അമ്മമാരെ പോലെ പരിചരിക്കുന്നവരാണ് അവർ. അപ്പോൾ അവർക്കൊരു ബഹുമാനം, മറ്റ് സ്റ്റേറ്റുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിലുള്ള നഴ്സുമാർക്ക് ലഭിക്കുന്ന ഒരു ബഹുമാനത്തിൻ്റെ തോത് കുറഞ്ഞു വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അർഹിക്കുന്ന ഒരു ബഹുമാനം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്രധാനമല്ലേ? അത് കിട്ടുന്നുണ്ടോ? അവർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ജീവന് വേണ്ടി ഈ ഡോക്ടർമാർ പണിപ്പെടുന്നുണ്ട്. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവരവരുടെ സമയം ചെലവഴിക്കുന്നതും അവർ നമുക്ക് വേണ്ടി നിൽക്കുന്നതും. നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഒരു പക്ഷേ ഡോക്ടർ അത്രയും സമയം അവിടെ നിൽക്കണമെന്നില്ല. ഒരു നഴ്സ് നമ്മുടെ കൂട്ടിരിപ്പ് പോലെ അവിടെ ഇരിക്കുകയാണ്. അതാണ് അത്. പക്ഷെ നമ്മൾ കേരളം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് എല്ലാ തരത്തിലുള്ള ആദരവും കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് ഡോക്ടർമാർക്ക് കിട്ടുന്നുണ്ട്, നേഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും കൂടുതൽ ആദരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ആ വിധത്തിലുള്ളൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഗവൺമെൻറ്റാണ് നേഴ്സുമാരെ, ആരോഗ്യ പ്രവർത്തകരെ ശരിയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡോക്ടർമാർ ഈ പ്രൊഫഷനിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് നല്ല സാലറിയും അവർക്ക് അർഹമായ ആദരവും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കാനും ആ സഹപ്രവർത്തകർക്ക് വേണ്ട ശമ്പളവും ആനുകൂല്യങ്ങളും ആദരവും ഒക്കെ ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താനും ഈ ഡോക്ടർമാർക്കും ഡോക്ടർമാരുടെ സംഘടനയായിട്ടുള്ള IMAയ്ക്കും ഒക്കെ ബാധ്യതയുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നേഴ്സുമാർ ശരിക്കും പറഞ്ഞാൽ നേഴ്സുമാരുടെ സംഘടന UNA വളരെ കൃത്യമായിട്ട് ഈ ഡോക്ടർമാരുമായിട്ട് വളരെയധികം സഹകരിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ ഈ IMAയുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർ പലപ്പോഴും ഈ നേഴ്സുമാർക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അപ്പം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ IMAയുടെ ഒരു പ്രസ്താവന വന്നു. നേഴ്സുമാർ ആരോഗ്യ മേഖലയ്ക്ക് ഭീഷണിയാണെന്ന് പറയുന്ന ഒരു പ്രസ്താവന അവർ ഇറക്കി. അപ്പം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നേഴ്സുമാർ IMA ഹാളിലേക്കൊരു പ്രതിഷേധ മാർച്ച് വരെ സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ UNAയുടെ നേതൃത്വത്തിൽ
19, 20, 21 തീയതികളിൽ 72 മണിക്കൂറിൻ്റെ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചു. ശമ്പള വർധനവും കോൺട്രാക്ട് നിയമനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. അപ്പോൾ ആ സമരത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടായിട്ടാണ് IMA പ്രസ്താവന ഇറക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഡോക്ടേഴ്സിലെ ബഹുഭൂരിപക്ഷ ആളുകളും നേഴ്സുമാരെ പിന്തുണയ്ക്കുന്നവരാണ്. പക്ഷേ IMAയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പലരും ഹോസ്പിറ്റലുകളിൽ മൂലധനം നിക്ഷേപിച്ചിട്ടുള്ള ആളുകളുമാണ്. അപ്പോൾ അവർക്ക് ശമ്പള വർധന എന്ന് പറയുന്നത് നേഴ്സുമാരുടെ ഡിമാൻഡിനെ അംഗീകരിക്കാൻ അവർക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ്. അത് വളരെ വലിയൊരു പ്രശ്നമാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ നഴ്സുമാരുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു ഞാനൊരു പഠനം വായിച്ചപ്പോൾ ഒരു ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്. 30 മുതൽ 40% വരെ ഓരോ വർഷവും ഈ നഴ്സുമാരുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞു വരുന്നത്. അത് വളരെ ഗൗരവമായ കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതി എന്താണ്, നമ്മുടെ ഒരു കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഏത് തരത്തിൽ പോകുന്നു. ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ പനിക്കിടക്കയിലാണ്. ഇല്ലാത്ത പനികളൊന്നുമില്ല. ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങി സർവ്വതുമുണ്ട്. കോവിഡിന് ശേഷം നമ്മുടെ ആരോഗ്യ സ്ഥിതിയെല്ലാം മാറി പറഞ്ഞു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ നമ്മളെ പരിചരിക്കാൻ നഴ്സുമാരില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഒരു 2 മാസം മുമ്പ് സ്വിറ്റ്സർലൻഡിലെ എം പി ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ 1-2 പ്രതിനിധികളെയൊക്കെ പോയി ഡൽഹിയിൽ പോയി കണ്ടു. അവർക്ക് ആരോഗ്യ പ്രവർത്തകരെ വേണം, കൂടുതൽ നേഴ്സുമാരെ വേണം. അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ കേരളത്തിലേക്ക് അവരെ പറഞ്ഞു വിട്ടു. UN-യുടെ നേതൃത്വത്തെ ചെന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ഒരു കൺവെൻഷൻ, സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുന്ന സമയത്ത് ഈ സ്വിറ്റ്സർലൻഡിലെ MP ആ കൺവെൻഷനിൽ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 8 ലക്ഷം രൂപ ശമ്പളം തരാം, നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും, ഭാഷ അറിയാവുന്ന എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UK-യിൽ, കാനഡയിൽ, അല്ലെങ്കിൽ അയർലൻഡിൽ, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ എല്ലായിടത്തും കൂടുതൽ നേഴ്സുമാർ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നേഴ്സുമാർ കേരളത്തിൽ നിൽക്കാതെ, ഇന്ത്യയിൽ നിൽക്കാതെ വിദേശ രാജ്യത്തേക്ക് പോവുകയാണ്. താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവിടെ അവർ സെറ്റിൽ ചെയ്യുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ആഗോള വ്യാപകമായിട്ടുണ്ടെന്നുള്ളത് ഇവിടുത്തെ സർക്കാരും മാനേജ്മെൻറ്റും മനസ്സിലാക്കണം. അതുകൊണ്ട് ന്യായമായ ശമ്പളം, ഇപ്പം 1500 രൂപ പ്രതിദിനം ശമ്പളം എന്ന് പറയുന്നത് ഇവിടെ ഒരു കൂലിപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മേസ്തിരിക്ക് അല്ലെങ്കിൽ ഒരു മെയ്ക്കാടിന് കിട്ടുന്ന ഒരു ശമ്പളമാണ്. അപ്പൊ അതിൽ കൂടുതൽ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പം BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM ഒക്കെ കഴിഞ്ഞ അത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള, ശരീരശാസ്ത്രം പഠിച്ചിട്ടുള്ള, നൈപുണ്യമുള്ള നേഴ്സുമാർക്ക് വളരെ തുച്ഛമായ ശമ്പളം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തും രാജ്യത്തും നേഴ്സുമാർ ഭാവി കാലത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും. അല്ല, ഞാൻ മറ്റൊരു കാര്യം കൂടെ, ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോക അംഗീകാരം നേടിയിട്ടുള്ളതാണ്. നമുക്കറിയാം, അത്തരം റിപ്പോർട്ടുകളാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ വളരെ അഹങ്കാരത്തോടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ചൊക്കെ വാഴ്ത്തിപ്പാടും. പക്ഷേ ഇത് എത്ര കാലം അത് നിലനിൽക്കുമെന്നുള്ളൊരു സംശയം ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടില്ലേ? തീർച്ചയായും ശരിയായ ഒരു കാര്യമല്ലേ? അതെ. അതായത് കേരള മോഡൽന്ന് പറയുന്നത് വാഴ്ത്തിപ്പാടുന്ന ഒരു സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളുടെ ഗവൺമെന്റ് പറയാറുണ്ട്, പക്ഷെ ജനങ്ങൾക്ക് അത്രയും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം നമുക്കറിയാം, സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. NHM, നാഷണൽ ഹെൽത്ത് മിഷൻ, അതിനു മുമ്പ് NRHM ആയിരുന്നു. അപ്പം അത് നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് സമാന്തരമായിട്ട് ലോകബാങ്കിൻ്റെയൊക്കെ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഒരു ദൗത്യം എന്ന നിലയിൽ സമാന്തര സംവിധാനം രൂപപ്പെട്ടു വരിക. അവിടെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖല ഈ NHM-ൻ്റെയും NRHM-ൻ്റെയും വരവോടുകൂടി വളരെയധികം ദുർബലമായി. അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫണ്ടുകൾ മുഴുവൻ വെട്ടിക്കുറയ്ക്കപ്പെടുകയാണ്. ഇപ്പൊ പല ഹോസ്പിറ്റലുകളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല, കെട്ടിടങ്ങളുണ്ട്. അപ്പം 61 സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം, 61 അപേക്ഷിച്ച് 2023 എത്രയോ വലിയ തോതിൽ ജനസംഖ്യ വർദ്ധിച്ചു. പക്ഷെ അതിനാനുപാതികമായി കൂടുതൽ ഡോക്ടർമാരെയും നേഴ്സുമാരെയും നിയമിക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അത് തയ്യാറായാൽ മാത്രമേ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടൂ,
ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനും സാധിക്കുകയുള്ളൂ. തീർച്ചയായും. ഞാനിത് നേരത്തെ ഇതിൽ നോക്കുന്നത്, അതായത് ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ഉണ്ട്, ടോം വിൽസ്റ്റൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ വന്ന വളരെ ആ പ്രധാനപ്പെട്ട ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകത, അദ്ദേഹം ആ ഫോട്ടോയിൽ കൊണ്ടുവന്ന ഗാർഡിയൻ പത്രത്തിന് നൽകിയ ഒരു ഫോട്ടോയാണ്. ആ പത്രത്തിൽ നൽകിയ ആ ഫോട്ടോയിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഫീച്ചറുമായി ബന്ധപ്പെട്ട അതിനകത്തൊരു ഫോട്ടോ വന്നത് പുന്നപ്രകാരനായ ബിജോയ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെ ഫോട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വിദേശത്തുള്ളവർ പോലും നമ്മുടെ ഈ നഴ്സുമാർക്ക് കൊടുക്കുന്ന ഒരു ആദരവിനെ പറ്റിയാണ്. അപ്പം അത് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ ഇതിൻ്റെ വിശകലനങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമ്മുടെ കേരളത്തിലെ ആരോഗ്യമേഖലയും അതുപോലെ തന്നെ പൊതു സമൂഹവും തൊഴിൽരഹിതരടക്കമുള്ളവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഇവിടേക്ക് ഈ സ്വകാര്യ മേഖലയിലെ കാര്യം പറയുമ്പോഴും മറ്റു കാര്യങ്ങൾ പറയുമ്പോഴും ഈ സൈന്യത്തിലടക്കം പോകുന്ന നിരവധി നമ്മുടെ നഴ്സുമാരുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു 1950 ഇത്തരം റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ ഒരു സുപ്രധാന കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവരെ ഏത് തരത്തിൽ അംഗീകരിക്കണം എന്നുള്ളതും അവർക്ക് കൊടുക്കേണ്ട പദവി ഏതാണെന്നുള്ളതൊക്കെ വെച്ച് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഈ ആ രംഗത്തേക്ക് പോകുന്നവർ കൂടുതലായി ഉണ്ടോ, അതോ അവർക്ക് ഇപ്പോഴും ലഭിക്കുന്ന അംഗീകാരം അത് അതുപോലെ തന്നെ തുടരുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് എടുക്കുന്നത്? ആ നിലയിലുള്ള ഒരു അംഗീകാരം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ ഇപ്പം നമ്മളുടെ സൈന്യത്തിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെന്റ്സ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അപ്പം നേഴ്സുമാർക്ക് പൊതുവിൽ നമ്മളുടെ രാജ്യത്ത് ലഭിക്കുന്ന ആദരം വലിയ തോതിൽ കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഒരു പുതിയ കണക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇപ്പം കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുകയും ഈ ലോകത്തെ ജനതയെ അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു വിഭാഗം ആരോഗ്യ പ്രവർത്തകരാണ്. അതിൽ തന്നെ നേഴ്സുമാരാണ്. പക്ഷേ ആ നേഴ്സുമാർക്ക് കോവിഡ് അനന്തരം എന്തെങ്കിലും ഒരു ആദരവ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതായത് പ്രത്യക്ഷമായിട്ടുള്ള ഒരു മെമൻറ്റോ കൊടുക്കുന്നതിന്റെ വിഷയമല്ല ഞാൻ പറഞ്ഞത്. സമൂഹത്തിന്റെ ഒരു ആദരം, അവര് ഈ സമൂഹത്തിന് വേണ്ടി നടത്തിയ സേവനങ്ങളുടെ പേരിൽ അവർക്ക് നിലനിൽക്കാനുള്ള, ജീവിച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനായിട്ട് ഒരു ഗവൺമെന്റുകളും തയ്യാറാകുന്നില്ല. അപ്പൊ അതൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നേഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും സംഘടിതരായി നിന്നുകൊണ്ട് പിടിച്ചു വാങ്ങേണ്ടതാണെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ കേരളത്തിൽ ഇപ്പോൾ പല ജില്ലകളിലും പല തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. കുറേ ഒത്തുതീർപ്പാവുന്നുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവർ സമരം വിജയിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. എങ്കിലും ഇത്തരം സമരപരിപാടികൾ കൂടുതലായി വ്യാപിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം തൃശ്ശൂർ ജില്ലയിലെ 72 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചു. അത് 14 ദിവസം മുൻപേ നോട്ടീസ് കൊടുത്ത് കൃത്യമായി കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ചെയ്തത്. ഇപ്പം 72 മണിക്കൂർ പണിമുടക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ആശുപത്രികളും ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് നഴ്സുമാരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ, അതുപോലെ കോഴിക്കോട് ജില്ലയിൽ. ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ ആശുപത്രികളും നഴ്സുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. പക്ഷേ ഇവിടുത്തെ PRS ആശുപത്രി ഡിമാൻഡ് അംഗീകരിച്ചിട്ടില്ല. അവിടെ കഴിഞ്ഞ 17 ദിവസമായിട്ട് നഴ്സുമാർ വലിയൊരു സമരത്തിലാണ്. നാളെ ആശുപത്രിയിലേക്ക് വലിയൊരു പ്രതിഷേധ മാർച്ച് സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് UNAയുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ ജാസ്മിൻ ഷായാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ഒരു സമരം ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളല്ല നേഴ്സുമാർ. അവർക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ അവരെ സമരത്തിലേക്ക് എടുത്തെറിയുകയാണ്, തള്ളിവിടുകയാണ്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ KPHAയുടെ നേതൃത്വം തയ്യാറാകണം. കാരണം ഇത് വളരെ അന്യായമായിട്ടുള്ള കാര്യങ്ങളല്ല, ശമ്പളം അടക്കമുള്ള കാര്യങ്ങളല്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ന്യായമായിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രി ആയിട്ട് കരുതുന്ന KPHA ആ മേഖലയിൽ പണിയെടുക്കുന്ന നേഴ്സുമാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാനായിട്ട് തയ്യാറാകണം. അല്ലെങ്കിൽ വളരെ ശക്തമായ സമരം നടത്താനായിട്ട് നേഴ്സുമാർ നിർബന്ധിതരാകും. അതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും. എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ അവർ അവരുടെ നിലപാട് മാറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
ഇതിനൊപ്പം തന്നെ പ്രത്യേകിച്ചും താങ്കളടക്കമുള്ള ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ മറ്റ് മേഖലയിലുള്ളവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് സമരരംഗത്ത് ഇറങ്ങുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് റാങ്ക് ലിസ്റ്റൊക്കെ ഉള്ള അത്തരത്തിൽ എങ്ങനെയാണ് ഈ സംഘടന, നിങ്ങളുടെ ഈ സംഘടനയുടെ ഒരു പ്രവർത്തനം ഏത് തരത്തിലാണ്? ഇപ്പം തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്ത് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിൽ രഹിതരായിട്ടുള്ള യുവജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവജനങ്ങൾ തൊഴിൽ ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് അതിരൂക്ഷമാണ്. ഇപ്പം 2014 BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞത് എല്ലാ വർഷവും 2 കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നായിരുന്നു. പക്ഷേ പുതുതായിട്ട് തൊഴിലൊന്നും സൃഷ്ടിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന തസ്തികകൾ പോലും വെട്ടിക്കുറച്ചു. ഇപ്പം 1,14,000 സുരക്ഷാ ജീവനക്കാരുടെ ഒഴിവുണ്ട് റെയിൽവേയിൽ. ഇപ്പം നമ്മൾ ഒറീസയിലെ ട്രെയിൻ അപകടത്തെക്കുറിച്ച് പറയുമ്പം 1,14,000 സുരക്ഷാ ജീവനക്കാരുടെ കുറവുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ. അതുപോലെ തന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. കേരളത്തിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പം DHS റാങ്ക് ഹോൾഡേഴ്സ്, DHS നേഴ്സിംഗ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സ് 2 ദിവസം രാപ്പകൽ സമരം നടത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ 7,000 പേരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1.5 വർഷമായി. പക്ഷേ നിയമനം നടന്നിരിക്കുന്നത് 500-ൽ താഴെയാണ്. ഇനി ആ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാനായിട്ട് 1.5 വർഷവും കൂടി മാത്രമേ ഉള്ളൂ. നമുക്കറിയാം സർക്കാർ ആശുപത്രികളിൽ നേഴ്സുമാരുടെ എത്രയോ ഒഴിവുകളുണ്ട്. ആയിരക്കണക്കിന് 10,000-ത്തിലധികം നേഴ്സുമാരെ നിയമിച്ചാലാണ് സർക്കാർ ആശുപത്രി വളരെ നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിയമന നിരോധനം നിലനിൽക്കുകയാണ്. അവിടെ കരാറടിസ്ഥാനത്തിൽ ആളുകളെ കയറ്റും, അതുപോലെ തന്നെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തും. എന്നിട്ട് കാലാകാലങ്ങളിൽ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും മന്ത്രിമാരുടെ ബന്ധുക്കൾക്കുമൊക്കെ സ്ഥിര നിയമനം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പം തൊഴിൽ രഹിതരുടെ ഒരു ദേശീയ പ്രക്ഷോഭ വേദിയുണ്ട്, ഓൾ ഇന്ത്യ അൺഎംപ്ലോയ്ഡ് യൂത്ത് സ്ട്രഗിൾ കമ്മിറ്റി. ആ കമ്മിറ്റി രാഷ്ട്രീയത്തിന് അതീതമായി യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭത്തിലാണ്. അപ്പം തൊഴിലില്ലായ്മയാണ് സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നത്. ഇപ്പം നല്ലൊരു തൊഴിൽ, സ്ഥിര വരുമാനമുള്ള ഒരാൾ മയക്കുമരുന്ന് വിൽക്കാനോ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തിൽ പോകാനോ സാധ്യത വളരെ കുറവാണ്. അപ്പം ഒരു സ്ഥിര വരുമാനം ഇല്ലാത്തപ്പോഴാണ് ഒരാൾക്ക് നിലനിൽക്കേണ്ടത്. അപ്പം ഏറ്റവും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെറുപ്പക്കാർ കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്, അത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും അടിയന്തരമായിട്ട് സ്ഥിരം തൊഴിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവജനങ്ങൾക്ക് നൽകാനായിട്ട് തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഈ ഭരണകൂടം, അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഭരണകൂടങ്ങൾ അത് വേണ്ട ഗൗരവത്തോടെ കാണുന്നുണ്ടോ? എന്താണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അവരുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ അവരുടെ നിന്ന് ഇപ്പോഴും ഈ നിമിഷങ്ങളിൽ ലഭിക്കുന്ന ഒരു സമീപനം ഏത് തരത്തിലാണ്? ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് നിരവധി നിവേദനങ്ങൾ കൊടുക്കും, അഭ്യർത്ഥനകൾ നടത്തും. പക്ഷേ ഗവൺമെന്റ് വലിയ വ്യത്യാസമൊന്നും അവരുടെ നയത്തിൽ വരുത്താറില്ല. ഇപ്പൊ സംസ്ഥാന സർക്കാരാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ധനവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. പക്ഷെ നമുക്കറിയാം മറുവശത്ത് ഇവരുടെയൊക്കെ ദൂർത്തിന് യാതൊരു കുറവുമില്ല. അതിന്റെ കണക്കുകൾ പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല ദൂർത്തിനെ സംബന്ധിച്ച്. അപ്പം സാമ്പത്തിക പ്രതിസന്ധിയല്ല, ഒരു എന്താണ് സ്ഥിര ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സേവന വേതന വ്യവസ്ഥകളുണ്ട്, ന്യായമായ ശമ്പളമുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജോലിക്ക് ആളെ വേണമല്ലോ, ജോലികൾ നടക്കണം. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. അപ്പൊ ഹയർ ആൻഡ് ഫയർ ആണ്. എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുക്കുക, ആവശ്യം കഴിയുമ്പോൾ പിരിച്ചുവിടാം. ഒരു തൊഴിൽ സുരക്ഷിതത്വവും ചെറുപ്പക്കാർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇത് ഗവൺമെന്റ് തന്നെ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിലെ അവസ്ഥ എന്താണ്. ഇപ്പൊ ഗവൺമെന്റ് തന്നെ കരാർ അടിസ്ഥാനത്തിൽ യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കാതെ ചെറുപ്പക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സമയത്ത് പ്രൈവറ്റ് മേഖലയിലെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. ഇപ്പൊ പ്രൈവറ്റ് മേഖലയെ എന്താണ് വരുതിക്ക് നിർത്തേണ്ടതും അവർക്കൊരു നിയമം കൊണ്ടുവരേണ്ടതും ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് തന്നെ കരാറിന്റെയും പിൻവാതിൽ നിയമനത്തിന്റെയും ആളുകളായിട്ട് മാറുന്നു. ഇപ്പൊ നമുക്കറിയാം സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള ഈ ഫുഡ് ഡെലിവറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ, ഞങ്ങൾ ആ വിഷയത്തിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. വളരെ ദുഷ്കരമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തൊഴിലാളിയായിട്ട് പോലും അംഗീകരിക്കുന്നില്ല, കണക്കാക്കുന്നില്ല. ഈ ആഹാരവുമായി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്,
അവർക്ക് ആഹാരം കഴിക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ അവർക്കൊന്ന് വിശ്രമിക്കാൻ സ്ഥലമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഈ പറഞ്ഞ അതിനൊന്ന് ചൂണ്ടിക്കാണിച്ചു പോയത്. വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് ഇപ്പോൾ ഒരു വാഹനത്തിൽ ഫുഡുമായിട്ട് വരുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അതിന്റെ ഒരു ക്ലെയിം പോലും കൊടുക്കാനായിട്ട് അതിന്റെ സ്വിഗ്ഗി ആണെങ്കിലും കോടിക്കണക്കിന് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ വിശേഷിപ്പിക്കുന്നത് ഫുഡ് ഡെലിവറി പാർട്ട്നേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തൊഴിലാളിയാണെങ്കിൽ അവർക്ക് സേവന വേതന വ്യവസ്ഥകൾ കൊടുക്കണമല്ലോ, അതുകൊണ്ട് പാർട്ട്നേഴ്സ് ആക്കിയിരിക്കുകയാണ്. ഈ പാർട്ട്നേഴ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. താങ്കൾ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള സമയവും സൗകര്യവും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു വശത്ത് ഈ കരാർ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്ന സമയത്ത് പ്രൈവറ്റ് മേഖലയിൽ തൊഴിലാളികൾ വലിയ ചൂഷണം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. എന്തായാലും ഈ പറഞ്ഞ വളരെ ഗൗരവമായ കാര്യങ്ങളാണ് താങ്കൾ ഇന്ന് അവതരിപ്പിച്ചത്. നഴ്സുമാരുടെ പ്രശ്നമായാലും മറ്റ് ഈ മേഖലകളിൽ ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായ അതിൻ്റെ ഒടുവിൽ പറഞ്ഞ ഈ ഫുഡ് ആഹാരം നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന അവരടക്കമുള്ളവർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക. നന്ദി ശ്രീ വി പ്രകാശ്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ചീഫ് എഡിറ്റേഴ്സ് കോളം പൂർണ്ണമാകുന്നു. നമസ്കാരം.